നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTUവിൻ്റെ 2024 സ്കീമിലെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നുള്ള S1R പേപ്പറാണ്. ഇത് ഗ്രൂപ്പ് ബിക്കാർക്കും സിക്കാർക്കും കോമൺ ആയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ ഇതിലെ 4th മൊഡ്യൂളിലെ മെക്ലോറൻ സീരീസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4th മൊഡ്യൂളിലെ മെക്ലോറൻ സീരീസ് എന്നുള്ള ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ടോപ്പിക്ക് ടൈലർ സീരീസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഇതിനൊരു വീഡിയോ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചാനലിൽ തന്നെ നോക്കിയാൽ മതി. നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. GYMIT 101 മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ടൈലർ സീരീസ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മെക്ലോറൻ സീരീസ് വളരെ എളുപ്പമാണ്. കാരണം ടൈലർ സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് മെക്ലോറൻ സീരീസ് എന്ന് പറഞ്ഞാൽ. കൂടുതൽ അങ്ങനെ എന്താ പറയുക, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ ഒരു തിയറി പറയുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ തിയറിയിലേക്ക് കടക്കാം. മെക്ലോറൻ സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ടൈലർ സീരീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെക്ലോറൻ സീരീസ് എന്ന് പറഞ്ഞാൽ അത് ടൈലർ സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണെന്നുള്ളത്. ഈ സ്പെഷ്യൽ കേസിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ ടൈലർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് f(x) = എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. f(x) = ഒരു cos x എന്നായിക്കോട്ടെ. cos x എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാവും. എന്നിട്ട് പറയും cos x about x = എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് തരും. അങ്ങനെയല്ലേ നമുക്ക് ടൈലർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് f(x) = എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തരും. about x = എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റും തരും. അങ്ങനെയാണ്. പക്ഷേ മെക്ലോറൻ സീരീസിൻ്റെ കേസിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവില്ല. മെക്ലോറൻ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരാച്ച ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഫൈൻഡ് ദ മെക്ലോറൻ സീരീസ് ഓഫ് f(x) = എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ log x എന്ന് കേട്ടോ. f(x) = log x എന്നുള്ളൊരു ഫംഗ്ഷൻ തരും. വേറൊരു പോയിൻറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മെക്ലോറൻ സീരീസിന് ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പോയിന്റ് തരാത്തത്? കാരണം ഇവിടുത്തെ ആ പോയിന്റ് എബൌട്ട് x = എന്ന് പറഞ്ഞിട്ടുള്ള ആ പോയിന്റ് എന്താണ്? അത് 0 ആണ്. അപ്പോൾ മെക്ലോറൻ സീരീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ടൈലർ സീരീസ് തന്നെയാണ്, പക്ഷേ ഈ about x = 0 അതാണ് സംഭവം. അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. സ്പെഷ്യൽ കേസ് ആണെന്ന് പറയാൻ കാരണം, ടൈലർ സീരീസിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടുത്തെ x0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 ആണ്. അപ്പോൾ നോക്കിക്കേ, ടൈലർ സീരീസിൻ്റെ ഫോർമുലയിൽ f(x0) അല്ലേ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ x0ന് 0 ആണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്തായിട്ട് മാറി? f(0) ആയിട്ട് മാറി. പ്ലസ് f'(x0) എന്ന് പറയുമ്പോൾ f'(x0) എന്ന് പറഞ്ഞാൽ 0 അല്ല. അപ്പോൾ f'(0) ഇൻറ്റു x - x0. x - x0 എന്ന് പറഞ്ഞാൽ എന്താണ്? x0 0 ആണല്ലോ. അപ്പോൾ x - 0 എന്ന് പറഞ്ഞാൽ അത് x അല്ലേ. അപ്പോൾ നോക്കിക്കേ, f'(0) ഇൻറ്റു x എന്ന് വന്നു. ഇനി f'(x0) എന്ന് പറഞ്ഞാൽ അത് f'(0) ആയി. അപ്പോൾ x - x0 എന്ന് പറഞ്ഞാൽ x ആണെന്ന് അറിയാമല്ലോ. കാരണം x0 എന്താണ്? 0 ആണ്. അപ്പോൾ x². അപ്പോൾ ഇതാണ് അപ്പോൾ ഫോർമുലയായിട്ട് വരുന്നത്. അപ്പോൾ മെക്ലോറൻ സീരീസിൻ്റെ കേസിൽ നിങ്ങൾ ഈ ഫോർമുല പഠിക്കണം. ഇനി ഒരുപാട് ഫോർമുല പഠിക്കാനുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ടൈലർ സീരീസ് പഠിച്ചാൽ മതി. ടൈലർ സീരീസ് പഠിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? x0 = 0 എന്നുള്ള കാര്യം നമ്മൾ ഓർത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ x0 ടൈലർ സീരീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ മെക്ലോറൻ സീരീസ് കാണാപ്പാടാൻ പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടൈലർ സീരീസ് പഠിച്ചിട്ട് ഈ x0 എന്നുള്ള പോയിന്റിൽ 0 നമ്മുടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലും അങ്ങനെ കാര്യമായിട്ട് ഭയങ്കര കുറേ തിയറി ഒന്നും പറയാനില്ല. ഈ ഫോർമുല പഠിക്കുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഈ ഡെറിവേറ്റീവ്സ് കാണാൻ അറിഞ്ഞാൽ മതി. ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. നമ്മൾ ഓരോ ഡെറിവേറ്റീവ് അറ്റ് x = 0 എന്നുള്ള പോയിന്റിൽ ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ മെക്ലോറൻ സീരീസ് ഓഫ് f(x) = 1/1 - x. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം ആ ഫോർമുല എന്താണെന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെക്ലോറൻ സീരീസിൻ്റെ ഫോർമുല എന്താ? f(x) = f(0) പ്ലസ് f'(0) ഇൻറ്റു x പ്ലസ് f'(0) ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് f'(0) ഇൻറ്റു x³ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ, ഇനി ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കാണണമല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഇപ്പോൾ ഓരോ ഫംഗ്ഷൻ്റെ ഈ വാല്യൂസ് എന്തൊക്കെയാണ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം f(x) തന്നത് എന്താണെന്ന് എഴുതാതെ. ഗിവൺ f(x) = 1/1 - x ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി f(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 - x ആണ്. അപ്പോൾ f(0) എന്താണ്? f(0) എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടേം എന്താ? f(0) അല്ലേ. അപ്പോൾ f(0) കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ f(0) എന്ന് പറഞ്ഞാൽ 1/1 - 0. അതെന്താണ്? 1/1. അതെന്താണ്? 1 ആണ്. അപ്പോൾ f(0) 1 ആണ് കിട്ടി. ഇനി f'(x) കാണണം അല്ലേ. f'(x) എന്ന് പറയുമ്പോൾ
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ചിലർ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് ഇത് കണ്ടുപിടിക്കുക. അല്ലാത്ത ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് 1/1 - x എന്താ? 1 - x ഹോൾ റേസ് ടു -1 അല്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n-1 എന്നാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് 1/1 - x എന്ന് പറഞ്ഞാൽ അതെന്താണ്? d/dx ഓഫ് 1 - x ഹോൾ റേസ് ടു -1 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇവിടുത്തെ n എന്താ? n എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവായി -1 ഇൻറ്റു 1 - x. അപ്പോൾ -1 ആയിട്ട് മാറും. ഈ ഫോർമുല ഉണ്ടല്ലോ, അതാട്ടോ ഇവിടെ അപ്ലൈ ചെയ്തത്. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി ഇവിടെ നിർത്താൻ പറ്റുമോ? കാരണം നോക്കിക്കേ, ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ്റ് എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ -x ആണ്. -x ആണെങ്കിൽ അതിൻ്റെ കോഷ്യൻ്റ് എന്താണ്? അതും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ട്, അപ്പോൾ അത് -1 ആണ് അല്ലേ? -1 ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി? -1 ഇൻറ്റു 1 - x ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ അത് -2 ഇൻറ്റു -1. അപ്പോൾ ഇവിടെ ഒരു -1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ അതെന്തായിട്ട് മാറി? അത് പോസിറ്റീവ് 1 ആയി. അപ്പോൾ 1 - x ഹോൾ റേസ് ടു -2 എന്നായി. അപ്പോൾ നോക്കിക്കേ, ഇത്ര ചെയ്താൽ പോരെ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ഡയറക്റ്റ്ലി ഈ ഒരു ഫോർമുല അറിയെങ്കിൽ അതങ്ങ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ മതി. ആ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ എന്താണ്? ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ്റ് ഇതാ -x ആണ് ഇവിടെ. അപ്പോൾ എക്സിൻ്റെ കോഷ്യൻ്റ് -1 ആണ്. ആ -1 കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുള്ളൂ. ഡെറിവേറ്റീവ് അല്ലേ, നമ്മൾ ചെയ്യുന്ന സാധാരണയുള്ള ഡെറിവേറ്റീവ് തന്നെയല്ലേ ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതേ തന്നെ കിട്ടുള്ളൂ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ സെയിം സാധനം തന്നെ കിട്ടുള്ളൂ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് അപ്ലൈ ചെയ്യുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ f' എന്താണ്? അപ്പം അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? 1/1 - x ഡെറിവേറ്റീവ് എന്താ കിട്ടിയത്? 1 - x ഹോൾ റേസ് ടു -2 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്തായിട്ട് മാറി? 1 - x ഹോൾ റേസ് ടു -2 എന്നായി. അങ്ങനെയാണെങ്കിൽ f' എന്താണ്? f' ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. f' കാണാൻ പറയുമ്പോൾ നിങ്ങൾ f കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 0 എന്നേ കിട്ടുള്ളൂ. അതിൻ്റെ വാല്യൂ 0 ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ f' കാണണമെങ്കിൽ ആദ്യം f(x)ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അതിൽ 0 എന്നുള്ള പോയിൻ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ നേരെ f കണ്ടിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ f' കാണുന്ന സ്ഥലത്ത് ഈ 0ക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 - 0 ഹോൾ റേസ് ടു -2 എന്ന്. അപ്പോൾ എന്തായിട്ട് മാറി? 1 റേസ് ടു -2. അത് 1 അല്ലേ? ഏത് 1നോട് ഏത് നമ്പർ പവർ ഏത് നമ്പർ വന്നാലും അത് 1 തന്നെയാണല്ലോ. അപ്പോൾ അത് 1 ആണെന്ന് കിട്ടി. ഇനി f'(x) കാണണ്ടേ? f'(x) എന്ന് പറഞ്ഞാൽ എന്താണ്? അത് d/dx ഓഫ് എന്താണ്? 1 - x ഹോൾ റേസ് ടു -2 അല്ലേ? കാരണം എന്തിൻ്റെ ഡെറിവേറ്റീവ്? f'-ൻ്റെ ഡെറിവേറ്റീവാണ് f'' എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ f' എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 - x ഹോൾ റേസ് ടു -2 അല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം ഫോർമുല. ഇവിടുത്തെ പവർ എന്താണ്? n എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ -2 ഇൻറ്റു 1 - x ഹോൾ റേസ് ടു -2 -1 എന്നായി. ഇൻറ്റു എന്ത് വേണം? ഈ എക്സിൻ്റെ കോഷ്യൻ്റ് എന്താണ്? അതും കൂടി ഇവിടെ വേണം. അപ്പോൾ അവിടെ -1 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തായിട്ട് മാറി? -2 -1 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. 2 ഇൻറ്റു 1 - x ഹോൾ റേസ് ടു -2 - 1 എന്ന് പറഞ്ഞാൽ അത് -3 ആണ്. അപ്പോൾ f'(x) എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ f'(0) എന്താണ്? f'(0) എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 - 0 ഹോൾ റേസ് ടു -3. അപ്പോൾ എന്തായിട്ട് മാറി? 2 ഇൻറ്റു 1 റേസ് ടു -3 എന്നായി. അതെന്താണ്? 2 ഇൻറ്റു 1 അത് 2 ആണ്. ഇനി f'' കൂടി കാണാം അല്ലേ? f'(x) എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? f'' ആണ്. f'' എന്താണ്? f'' എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 1 - x 2 ഇൻറ്റു 1 - x ഹോൾ റേസ് ടു -3. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ആദ്യം നമ്മൾ എന്തെങ്കിലും കോൺസ്റ്റൻസ് ഉണ്ടോ നോക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി എന്തുണ്ടാവും? d/dx ഓഫ് 1 - x ഹോൾ റേസ് ടു -3 എന്നായിട്ട് മാറി. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇതെന്താണ്? -3 ഇൻറ്റു 1 - x ഹോൾ റേസ് ടു -3 -1 ഇൻറ്റു ഇവിടുത്തെ എക്സിൻ്റെ കോഷ്യൻ്റ് എന്താണ്? അത് -1 ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? അപ്പോൾ നോക്കിക്ക് ഇതെന്തായിട്ട് മാറി? -3 - 1 എന്നുള്ളത് 3 ആയിട്ട് മാറി. അപ്പോൾ 2 ഇൻറ്റു 3
1 മൈനസ് എക്സ് ഹോൾ റേസ്റ്റ് -3 -1 എന്ന് പറഞ്ഞാൽ -4 ആയി. അപ്പോൾ 6 ഇൻറ്റു 1 മൈനസ് എക്സ് ഹോൾ റേസ്റ്റ് -1 എന്നായി. അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഇതല്ല കിട്ടിയത്. അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്താണ്? ഈ എക്സിൻ്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 ഇൻറ്റു 1 മൈനസ് 0 ഹോൾ റേസ്റ്റ് -4 എന്നായിട്ട് മാറും. അപ്പോൾ 6 ഇൻറ്റു 1 ഹോൾ റേസ്റ്റ് -4. അതെന്താണ്? 6 ഇൻറ്റു 1, അത് 6 ആണ് ആൻസർ. അപ്പോൾ ഓരോ പോയിൻറ്റ്സും കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് ഓരോ പോയിൻറ്റ്സും കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്താണ്? നമുക്കിത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറി? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറി? ഇവിടെ നോക്കിക്കുക, ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഞാൻ ആ 1 ഇവിടെ എഴുതി. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0, അടുത്ത ടേം എന്ന് പറഞ്ഞത് എഫ് ഡാഷ് ഓഫ് 0 ആണ്. എഫ് ഡാഷ് ഓഫ് 0 എന്താണ്? എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ടേം എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ടേം ഇതാ 1 തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ടേം. അപ്പോൾ 1 എന്ന് ഞാനിവിടെ എഴുതി. 1 ഇൻറ്റു എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ആണ് നെക്സ്റ്റ് ടേം. കണ്ടോ? എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ആണ് നെക്സ്റ്റ് ടേം. അപ്പോൾ ആ ടേം എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ടേം 2 ആണ്. ഞാനിവിടെ എഴുതി 2 ഇൻറ്റു അടുത്ത ടേം എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത ടേം എന്താണ്? അടുത്ത ടേമായിട്ട് വന്നിരിക്കുന്നത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ആണ്. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്താ നമുക്ക് കിട്ടിയത്? എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 കിട്ടിയത് 6 ആണ്. അപ്പോൾ അതവിടെ എഴുതി. പ്ലസ് 6 ഇൻറ്റു എന്താണ് ആ ടേം? അതിൻ്റെ കൂടെ വരുന്നത് എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് എഴുതി. ഇനി 1 പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്. പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു n വരെയുള്ള ടേം. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 അല്ലേ? അപ്പോൾ എന്തായിട്ട് മാറി? 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് പ്ലസ് 6x ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3. 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ അത് 6 അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 6 പ്ലസ് എക്സെട്ര എന്നായി. ഇനി നോക്കിക്കേ, ഇതെന്തായിട്ട് മാറി? 1 പ്ലസ് എക്സ് പ്ലസ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അത് ക്യാൻസലായി എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്, അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മെക്ലോറിൻ സീരീസ് അപ്പോൾ എന്താണ്? 1/xൻ്റെ മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇതാ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ഡെറിവേറ്റീവ് കാണാൻ അറിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് പ്രത്യേക ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഡെറിവേറ്റീവ് കാണാൻ അറിയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടൈലർ സീരീസ് പോലെ തന്നെ ഡെറിവേറ്റീവ് കാണാൻ അറിഞ്ഞാൽ നിങ്ങൾ ഡെറിവേറ്റീവ് കാണാൻ ആ പോയിന്റിലേക്ക്, ഇവിടെ എന്താണ് x0 എന്ന് പറഞ്ഞ പോയിന്റ് 0 ആണ്, അപ്പോൾ ആ x0ൻ്റെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നുമില്ല, ഫോർമുലയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1/1 - xൻ്റെ മെക്ലോറിൻ സീരീസ് കാണാനാണ്. അപ്പോൾ 1/1 - xൻ്റെ മെക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. മെക്ലോറിൻ സീരീസിന് അങ്ങനെ കൂടുതലൊന്നും ഒരുപാട് തിയറി ഒന്നും പറയാനില്ല. ഈ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് സംഭവം മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ മെക്ലോറിൻ സീരീസിന് ഒരുപാട് പ്രോബ്ലംസ് വെച്ചിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വീഡിയോ ഉണ്ടാക്കാം.